എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 1 ആയതുകൊണ്ട് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു. നേരത്തെ എണീറ്റ് കുളിച്ചു, ശീബോധിക്ക് വെച്ചു, പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ജപിച്ചു. ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പം കുറച്ച് ഫ്രീ ആയിട്ടാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് വന്നു. തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ച വെള്ളമാണ്, അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്യാസിലേക്ക് വെച്ചിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ എൻ്റെ തലയൊക്കെ ഒന്ന് തോർത്തി കുറച്ച് പൊട്ടൊക്കെ തൊട്ട് പുറത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളാണ്. ഈ പാത്രങ്ങളൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വെക്കുക. പാത്രം വെക്കുന്ന ഷെൽഫിലേക്ക് അതെല്ലാം വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ കഷ്ണം നുറുക്കാൻ തുടങ്ങി. കൂട്ടാൻ ഇന്ന് പച്ചപ്പട്ടാണി കൊണ്ടുള്ള കറിയും പുട്ടുമാണ്. അപ്പോൾ അതിന് പച്ചപ്പട്ടാണിക്ക് ഉള്ളിയൊക്കെ നുറുക്കുകയാണേ. മോന് പിന്നെ മഞ്ഞളിടാതെ വെള്ള കുറുമ പോലെ കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള അതാണ് കേട്ടോ ഇഷ്ടം. അതാണ് അവൻ കഴിച്ചോളൂ. അപ്പോൾ അങ്ങനെ വെറുതെ തേങ്ങ ഒഴിച്ചാൽ മതിയല്ലോ, തേങ്ങ അരച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടാനാണ് വെക്കുന്നത്. അപ്പം അത് ഏകദേശമായി. ഇനി അത് കുക്കറിൽ അടുപ്പത്തേക്ക് വെക്കാൻ പോവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ മോഹനേട്ടൻ അപ്പോഴേക്ക് കുളി കഴിഞ്ഞ് വന്നു. നാമൊക്കെ ജപിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്, കോലാലിരിക്കുന്നുണ്ട്, പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചായ വേഗം അവിടെ ആക്കട്ടെ എന്ന്. അങ്ങനെ ഒരു ഗ്ലാസ് ചായ ഒരാൾക്കല്ലേ വേണ്ടു. അപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഞാനത് കൊണ്ടു കൊടുത്തു. എനിക്ക് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് ഞാൻ ഉമ്മറത്തേക്ക് പോവാട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് വന്ന് അരി അടുപ്പത്തിട്ടു. അപ്പോൾ വേഗം വേവുന്ന അരി കേട്ടോ, പൊന്നി അരിയാണ്. അപ്പോൾ എന്താ വേഗം വെന്തോളും. അപ്പോൾ ഒന്ന് അത് തിളപ്പിക്കാൻ അരി അടുപ്പത്തേക്ക് ഇട്ടു. അപ്പോഴേക്കും ഞാൻ മോനെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ, അവൻ എണീറ്റ് വരണ്ടേ. അപ്പം അതുകൊണ്ട് പിന്നെ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു. കുറച്ച് രാവിലെ പണി കഴിഞ്ഞാൽ കഴിയുമല്ലോ. അപ്പോഴേക്കും എന്തായി, കൂട്ടാൻ ഏകദേശം ആയിട്ടുണ്ട്. കൂട്ടാനായി അതിൽ തേങ്ങയൊക്കെ കലക്കി പാർന്നു. ഇനിയിപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയെ ഉറ്റിച്ചാൽ കൂട്ടാൻ സെറ്റ്. അപ്പോൾ അതിന് ഇത്തിരി ഉപ്പ് കുറവാണെന്ന് തോന്നി. അപ്പോൾ ഇത്തിരി കൂടെ ഉപ്പിട്ടു കേട്ടോ. പൊതുവേ ഞാൻ ഉപ്പിടുമ്പോൾ എപ്പോഴും അധികവും, രണ്ടാമത് ഉപ്പിട്ടാൽ ഉറപ്പ് അധികവും. അതുകൊണ്ട് മാക്സിമം ആദ്യം തന്നെ ഉപ്പ് കറക്റ്റ് ഇടാൻ നോക്കലുണ്ട്. എന്നാലും അപ്പോൾ കുറയും, പിന്നെ രണ്ടാമതിട്ടാൽ ഉപ്പ് നല്ല ഉപ്പായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അരി തിളച്ചു. അപ്പോൾ അരി തിളച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് പോട്ടിലേക്ക് ഇറക്കി വെക്കട്ടെ. ഒരു അരമണിക്കൂർ കൊണ്ട് അരി വെന്ത് കിട്ടും കേട്ടോ, വേഗം വേവുന്ന അരി. പിന്നെ ഇവിടെ പൊന്നിയാണ് മോനൊക്കെ ഇഷ്ടം, കുറുവയൊന്നും അത്ര ആർക്കും ഇഷ്ടമല്ല. എനിക്ക് മാത്രമാണ് കുറുവ അരി, വലിയ അരി ചോറ് ഇഷ്ടമുള്ളൂ. അപ്പം അതങ്ങോട്ടാക്കി അതൊരു മൂലക്കിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് ഞാൻ കുക്കർ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഇന്നലെ പുതിർത്ത് വെച്ച മുതിര കേട്ടോ. അപ്പം മുതിര കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുതിര കഴുകി അതിലുപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് അടുപ്പിലേക്ക് അവിടെ വെച്ചു. അപ്പം മുതിര ഉപ്പേരി വിസിൽ 2-3-4 വിസിൽ വരുമ്പോഴേക്കും അതങ്ങ് ആവുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് അതിൽ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പുട്ട് കുഴയ്ക്കാൻ തുടങ്ങി. പുട്ട് കുഴയ്ക്കുമ്പോൾ മോഹനേട്ടനുണ്ട് കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. ഞാൻ മോഹനേട്ടനോടാണ് വർത്താനം പറയുന്നത്. കുട്ടികളെ പറ്റി പറയുക, കുട്ടികൾക്ക് എത്ര പഠിക്കാനുണ്ടല്ലോ, ഇനിയിപ്പോൾ വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്ക് ട്യൂഷന് വിടണ്ടേ കുട്ടികളെ എന്നൊക്കെയാണ് പറയുന്നത്. മോനെ ട്യൂഷന് വിടേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊന്നും സമയത്ത് നേരത്തെ എണീക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പിന്നെ അത് ഏകദേശമായി പുട്ട് കുറ്റിയിലേക്ക് ഇടുക. അപ്പോൾ മോൻ കുളിച്ച് വന്നിട്ട് ഇങ്ങനെ അവിടുന്ന് ഒളിഞ്ഞു നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ, ഒളിഞ്ഞു നോക്കുക. അപ്പോൾ കുറവായി, അത് ശരിക്കും കണ്ടു എന്നുണ്ടപ്പോൾ കുറവായി ഓടിയിട്ടോ. അപ്പം മോനേട്ടൻ എന്ത് ചെയ്യുന്നു, ഉച്ചത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളരിക്കയും പയറും നുറുക്കുകയാണ് കേട്ടോ. ഞാൻ കറി വെക്കുന്നതും ഉപ്പേരി വെക്കുന്നതും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഉപ്പേരിയാണ് ഇഷ്ടമല്ലേ. ഉപ്പേരിയുണ്ട്, പയറുപ്പേരിയുണ്ട്, മോരൊഴിച്ച കൂട്ടാനും കേട്ടോ. പുട്ടും പട്ടാണി കറി. എന്താ കൂട്ടാൻ ഇഷ്ടമല്ലേ? എന്താ ഇഷ്ടപ്പെട്ടുണ്ടോ? ുള്ള ഭക്ഷണം ആയിട്ടോ, രാവിലെ തന്നെയായി. ചോറ്, വെള്ളരിക്ക മോര് കൂട്ടാൻ, പിന്നെ പയറുപ്പേരി, പിന്നെ മുതിര ഉപ്പേരി. ഇത്രയും കാര്യങ്ങളാണ് രാവിലത്തേക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നല്ല ചൂടുള്ള പുട്ടാണേ. മോൻ താളം പിടിക്കുന്ന. എനിക്ക് മുത്താറിപ്പുട്ടാട്ടോ ഞാൻ എടുത്തത്. ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഈ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചത്തേക്ക് വരെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടോ. രാവിലെ തന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കഴിയും. എവിടെ പോകണമെന്നാണ് നീ പറയുന്നത്? വൈകുന്നേരം പോയാൽ പോരെ?
നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം കയറിയാൽ എൻ്റെ കാര്യമൊക്കെ ശരിയാവും അല്ലേ? ഞാൻ നന്നായി നന്നായി. എന്താ അറിയോ, ഇജ്ജൊക്കെ പോവാലോ. അപ്പൊ ക്ഷീണമാവാണ്ട് പോവാലോ. അതാ പാത്രമൊക്കെ കഴുകി വെച്ചു, അടുക്കളയെല്ലാം ക്ലീൻ ആക്കി. അപ്പോൾ ഇപ്പോൾ 9:30 മണിയായി. 9:30 മണിയാകുമ്പോഴേക്ക് രാവിലത്തെയും ഉച്ചത്തെയും എല്ലാ പരിപാടികളും കഴിഞ്ഞു. പിന്നെതാ മീൻകുട്ടൻ എന്താ അവിടെ ഇരിക്കുന്നു. സ്കൂളില്ലാത്ത ദിവസം അവൻ അടുക്കളയിൽ ഇതായി തിണ്ണയിലിരിക്കലാണ് അവൻ്റെ സ്ഥിരം പരിപാടി. പിന്നെന്താ, അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം കൊണ്ടൊക്കെ ആറിയിടുക അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ എന്താണ്, വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.